ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുക? പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ്. ഇത് സോൾവ് ചെയ്യാനാണ് വന്നിട്ട് ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചു തീർക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ചാപ്റ്ററിന് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആക്കി മാറ്റണം. ആ ടോപ്പിക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയും വേണം. എന്നിട്ട് ഒരു ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് ടോപ്പിക് ആക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ അതൊരു പേപ്പറിൽ എഴുതി വെക്കണം. ആ ചാപ്റ്റർ, ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഏതാണ്, ആ ചാപ്റ്ററിലെ ടോപ്പിക്ക് 1 2 3 4 5 എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾ മാർക്ക് ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് നിങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് സർക്കിൾ ചെയ്യുകയോ വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എവിടെ മനസ്സിലാവുക? നിങ്ങൾക്ക് ആ ചാപ്റ്റർ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ എന്ത് ചെയ്യും? ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറയും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തായിട്ട് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് പഠിക്കും. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ടോപ്പിക്ക് നേരെ ശരിയിടാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ്. ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പഠിച്ചത് മറക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ്. ആക്റ്റീവ് റീകോൾ നമ്മൾ പറയും. നിങ്ങൾ ആക്റ്റീവ് റീകോൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് റീകോൾ നടത്തി റിപ്പീറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ ആ ചാപ്റ്റർ എന്ത് നിങ്ങൾക്ക് സെറ്റ് ആകും. ഇത് നിങ്ങൾക്ക് ചാപ്റ്റർ എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാട്ടോ. എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി ഓർമ്മ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എഴുതി പഠിച്ചാൽ അത് കുറേ കൂടി സെറ്റാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സമയം എടുക്കുന്നുള്ള സത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരമാവധി സമയം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ആ രീതിയിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല രീതിയിൽ ചാപ്റ്റർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും ആ പഠിച്ച ചാപ്റ്റർ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മാത്രമേ പഠിച്ച കാര്യം നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചാൽ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കണം, പഠനത്തിൻ്റെ കൂടെ റിവൈസും ചെയ്യണം. 1-2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞേക്കാം. ചിലപ്പോൾ 1-2 ദിവസങ്ങൾ എടുത്തേക്കാം. അത് ചാപ്റ്ററിൻ്റെ ഡെപ്തും ലെങ്ത്തും ചാപ്റ്ററുള്ള കോണ്ടന്റിനെയും ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ നിങ്ങൾ മാക്സിമം ഈ പറഞ്ഞ രീതിയിലൊക്കെ നന്നായിട്ട് പഠിച്ചു നോക്കൂ. ചിലപ്പോൾ ചാപ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ സാധിച്ചേക്കാം.